ഡിമാൻഡൊന്നുമില്ല. നമ്മളെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതെ, വേറെ ഒന്നും നോക്കുന്നില്ല. തീർച്ചയായും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കാക്കൂർ പാവണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് പ്രബീഷിനെ കാണാനാണ്. പ്രബീഷിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. പ്രബീഷിൻ്റെ കല്യാണം ഒരു 24ാമത്തെ വയസ്സിൽ കഴിഞ്ഞതായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 2 ദിവസത്തിന് ശേഷം ഭാര്യ മുൻ കാമുകൻ്റെ കൂടെ ഒരാളോട് കൂടെ പോയതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മൂപ്പരോട് ചോദിക്കാം. അതിനുശേഷം നല്ലൊരു ആലോചന കാര്യമൊന്നും അങ്ങനെ നമുക്ക് സെറ്റായില്ല. ഇനി പുള്ളീൻ്റെ വീടാണിത് കേട്ടോ, പ്രബീഷ് ഉണ്ടാക്കിയ വീടാണ്. ഇവിടെ അച്ഛനും പ്രബീഷും തന്നെയാണുള്ളത്. പ്രബീഷേ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? ഇതാണ് പ്രബീഷ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ 1-2 വീഡിയോ എടുത്തതിൽ സെയിം കേസ് ഉണ്ടായിരുന്നു. അതായത് വൈഫ് ഇങ്ങനെ വേറെ ആളോട് ഇങ്ങനെ സ്നേഹിച്ച് പോയ ഒരു വിഷയമൊക്കെ. അപ്പോൾ നമ്മളത് വീഡിയോയിൽ പറഞ്ഞില്ല, അതിന് പകരം ഡിവോഴ്സ് ആയെന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്ത ആ വ്യക്തിനെ എന്തുകൊണ്ട് ഡിവോഴ്സായി, ഇവൻ്റെ എന്തെങ്കിലും കൊള്ളതായി ആയിരിക്കും അത് ഇത് എന്നിട്ട് ഒരുപാട് പേര് ക്രൂശിച്ച് നെഗറ്റീവ് കമൻറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. കാരണം ആർക്കും ഒരു വിഷയം വരണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡിവോഴ്സായെന്ന് മാത്രം പറഞ്ഞിട്ട് ആ വ്യക്തിനെ അങ്ങനെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ വൈഫ് സ്നേഹിച്ച ഒരാളുടെ കൂടെ പോയതാണ് എന്നുള്ള പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണല്ലേ സംഭവം? അതെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് എങ്ങനെയായിരുന്നു? കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാണ്ടായി, ഓർഗമെൻറ്റ്സ് ഒക്കെ ആയിട്ട്. ആ കുട്ടിയെ സ്നേഹിച്ച കൂടെ ഒരാളെ കൂടെ പോയതാണ്. പിന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടായി. എൻ്റെ അമ്മ ആ ഒരു വിഷമത്തോടുകൂടി അമ്മ മരിച്ചുപോയി. പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കല്യാണം നോക്കണം, നമ്മളതിൻ്റെ ബലിയാടായി പോയി. അതൊക്കെ വിഷയമൊക്കെ കഴിഞ്ഞു. അവർ ഹാപ്പി ജീവിക്കട്ടെ, അതൊന്നും നമുക്ക് ബാധിക്കില്ല. അവരെ പറ്റിയൊരു കമന്റും കാര്യങ്ങളും ഇതിൽ പറയുകയും വേണ്ട. നമുക്കിപ്പോൾ വേണ്ടത് പ്രബീഷിന് പറ്റിയ നല്ലൊരു വധുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവരവരെ ഭാഗം നോക്കി പോയി. നമുക്ക് ഒരു ലൈഫ് ഇതുവരെ പിന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന് ഒരു വധുവിനെ വേണം, നമ്മളെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ. തീർച്ചയായും. ഇപ്പോൾ പ്രബീഷ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ വീടാണ്? അതായത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ വീടാണ്. അന്ന് എനിക്ക് ഈ വീടൊന്നും ഇല്ലായിരുന്നു. അന്ന് 24ാം വയസ്സിലായിരുന്നു കല്യാണം അല്ലേ? ഇപ്പോൾ എത്രയാ? 36 വയസ്സായി. 36 വയസ്സാണ്. അത് പ്രബീഷിന് എന്താ ജോലി? ഞാൻ ഡ്രൈവറാണ്. എല്ലാ ടൂറിസ്റ്റ് വണ്ടിയിലാണ് ഞാൻ പോകാറ്. എല്ലാ വണ്ടിയിലും പോകാറുണ്ട്. ഡ്രൈവറാണ്. പിന്നെ 1-2 PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. പിന്നെ 1-2 സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ പോകാതിരുന്നതാണ്. തൃശ്ശൂരൊക്കെ ജോലി കിട്ടിയിട്ട് വന്നത്. വീട്ടിൽ പ്രായമുള്ള അച്ഛൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീട്ടിലാണ്. നിങ്ങൾ എത്ര മക്കളാ? ഞാനും എൻ്റെ അനിയത്തിയാണ്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാണ്. അപ്പോൾ അമ്മ അങ്ങനെ മരണപ്പെടുകയും ചെയ്തതാണ്. ഇവർ 2 തന്നെയാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഒരു സങ്കടകരമാണ്. അതിനുശേഷം ഒരുപാട് ആലോചനകളൊക്കെ നോക്കിയിട്ടുണ്ടാവും. പിന്നെ കുറേ ഒരു മാനസികമായിട്ടുള്ള വിഷമവും കാര്യങ്ങളും ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളിയാക്കലൊക്കെ ഒരുപാട് കളിയാക്കൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് പോട്ടെ, അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. അതൊന്നും നമ്മൾ പറയണ്ട. അതായത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇല്ല, നിങ്ങളും പറയണ്ട. നമുക്ക് നിങ്ങളൊരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. പ്രബീഷിൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് പ്രബീഷിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളിലേക്ക് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ളത് നോക്കാം? എനിക്ക് ഇപ്പൊ 36 അല്ലേ? അത് സെയിം ഏജ് വരെയൊക്കെ നോക്കാം. സെയിം ഏജ് വരെയുള്ളതൊക്കെ നോക്കാം. ദൂരം പ്രശ്നമുണ്ടോ? നമുക്ക് ദൂരം പ്രശ്നമല്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എത്ര വരെയാ പഠിച്ചേ? ഞാൻ +2 വരെ. +2. അപ്പോൾ നമുക്ക് ഈ ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഡിവോഴ്സ് ആയതോ ഒക്കെ പറ്റുമോ? തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഡിവോഴ്സ് ആയ കുട്ടികളെയൊക്കെ നോക്കുന്നതിനും കുഴപ്പമില്ലല്ലോ. ഞാനും ഒരിക്കലും കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ആയി പോയതാണല്ലോ ചെയ്യാത്ത കുറ്റത്തിന്. തീർച്ചയായും. അതിപ്പോൾ അതിന് ശേഷം നമ്മൾ ഡിവോഴ്സ് ഒക്കെ ആക്കിയതാണ്. അതെ. നിങ്ങൾ എത്ര വരെയാ പഠിച്ചേ? ഞാൻ +2 വരെ. +2 അല്ലേ? അതിനുശേഷം ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് അല്ലേ ജോലി. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡിമാൻഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡിമാൻഡൊന്നുമില്ല. നമ്മളെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതെ, വേറെ ഒന്നും നോക്കുന്നില്ല. തീർച്ചയായും. കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരാളാവട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രബീഷിന്റെ മുടി വെച്ചതാണ്. അതെ, അത് പുള്ളിനോട് തന്നെ ചോദിച്ചതാണ്. നമ്മൾ തുറന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പൊ ഇനിയിപ്പോ വീഡിയോ കണ്ടിട്ട് പിന്നെ ആരോ ഞങ്ങൾ വലിയ കണ്ടുപിടുത്തം നടത്തിയെന്ന് പറഞ്ഞൊന്നും ആരും പറയണ്ട. നമ്മൾ തന്നെ തുറന്ന് പറയുന്ന. പിന്നെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്യും. എങ്കിലും ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ മുടി വെക്കുന്ന ആൾക്കാരൊക്കെ, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന 36 വയസ്സിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ ജില്ലയും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളും എങ്ങനെ ആയാലും നമുക്ക് കുഴപ്പമില്ല. മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി. കുട്ടികളുള്ള ആൾ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ? ബാധ്യത ഇല്ലാത്ത തന്നെയാണ് നമുക്ക് വേണ്ടത്. ഡിവോഴ്സും കാര്യമൊന്നും കുഴപ്പമില്ല. ബാധ്യത ഇല്ലാത്ത അങ്ങനെയുള്ള ഒരാൾ വരട്ടെ. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനത്തെ വീടൊക്കെ ഉണ്ട്, ജോലി ഉണ്ടാക്കിയതാണ്.
അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, അച്ഛനും അമ്മയും ഭക്ഷണമൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കില്ല, അച്ഛനും മോനും കൂടി ഉണ്ടാക്കില്ല. അപ്പോൾ ഒരു പെണ്ണില്ലാത്തതിൻ്റെ വലിയൊരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നികത്താൻ നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രബീഷിന് അനുയോജ്യമായൊരു അത് വരട്ടെ. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇതിൽ നിങ്ങളാരും നെഗറ്റീവായിട്ട് ആ കുട്ടിയെ പറ്റിയൊന്നും പറയരുത്. കാരണം അവരെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. ഡിവോഴ്സ് ആയിട്ട് മാത്രം പറയുമ്പോൾ എന്താ അതിൻ്റെ കാരണം, അവനിക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അതൊരു വിഷമം ഉണ്ടാക്കും. കാരണം വെറും 2 ദിവസം മാത്രം നിന്നൊരു ജീവിതമല്ലേ. പിന്നെ ആളുകളുടെ ഈ കളിയാക്കൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇപ്പം പലരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 10-15 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളിയാക്കും പോലെയും ഭയങ്കര മാനസികാവസ്ഥയിലൂടെയൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആളുകൾക്കും പാർട്ട്ണറിനെ കണ്ടെത്താനും നമുക്കിങ്ങനെ സാധിക്കും. നിങ്ങളാരും ഒരു കുറവൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മളിതിൽ പറയാമെന്നല്ല, നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഒരു തുറന്ന് പുസ്തകം നമ്മളാവുക. തുറന്ന് പറയുന്ന ആൾക്കാരെല്ലാവർക്കും ഇഷ്ടമാണ്. ഒന്നും മറച്ചു വെക്കാണ്ട് തുറന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് യോജിച്ച ആൾ എവിടെ ഉണ്ടെങ്കിലും നമ്മളെ തേടി വരും. അത് തന്നെയാണ് നമ്മൾ ഇത്രയും 200ഓളം കല്യാണങ്ങൾ ആ രീതിയിൽ തന്നെയല്ലേ നടത്തിയത്. 200 എന്ന് പറഞ്ഞിട്ട് 200ൻ്റെ മുകളിലായിട്ടോ. ഇനിയിപ്പോൾ അക്കവും എണ്ണമൊന്നും ഇപ്പോൾ ഓർക്കാറില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തു പോലെ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രബീഷിൻ്റെ കല്യാണം ഉഷാറായിട്ട് നടക്കട്ടെ. പ്രബീഷ കല്യാണത്തിന് വിളിക്കുക. എന്തായാലും അപ്പോൾ ആയിക്കോട്ടെ. ഓക്കെ, ശരി.